യെശയ്യാവ് 48:11 The only thing that God wants from you is your glory. നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Glorify Him. ദൈവത്തെ മഹത്വീകരിക്കുക. Recently, I went to witness a football match that happened in the Karunya University. ഈയിടെ കാരുണ്യ സർവകലാശാലയിൽ നടന്ന ഒരു ഫുട്ബോൾ മാച്ച് കാണുവാൻ ഞാൻ പോയി. Nearly 90 football teams came from all over India. ഏകദേശം 90 ഫുട്ബോൾ ടീമുകൾ ഇതിൽ പങ്കെടുത്തു. But finally, it was the Karunya University football team that won the match. ഒടുവിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് കാരുണ്യ സർവകലാശാല ടീമിനാണ്. This has not happened for 15 years. 15 വർഷങ്ങളിൽ ഇപ്രകാരം സംഭവിച്ചിട്ടില്ല. First time it has happened. ആദ്യമായിട്ടാണ് ഇപ്രകാരം സംഭവിച്ചത്. So there was hilarious joy. എല്ലാവരും അത്യധികം സന്തോഷിച്ചു. Everybody was thrilled. എല്ലാവർക്കും വളരെ അത്ഭുതമായിരുന്നു. You know who is the cause for this victory? ഈ വിജയത്തിന്റെ പ്രധാന കാരണക്കാരൻ ആരായിരുന്നെന്ന് നിങ്ങൾക്കറിയാമോ? The goalkeeper. ഗോൾ കീപ്പർ ആയിരുന്നു. You know, they were meeting the toughest team in the whole of South India. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ ടീമിനെയാണ് അവർ നേരിട്ടത്. So nobody could give a goal to each other. അതുകൊണ്ട് രണ്ട് ടീമുകളും ഒരു ഗോളും അടിക്കാൻ Finally, സാധിച്ചു. each one put one goal. ഒടുവിൽ രണ്ട് ടീമും ഓരോ ഗോൾ അടിച്ചു. Still there was a tie. പിന്നീടും സമയം ബാക്കിയുണ്ടായിരുന്നു. So they gave 5 penalty shot for each team. ഒടുവിൽ രണ്ട് ടീമുകൾക്കും 5-5 വീതം പെനാൽറ്റി ഷോട്ടുകൾ നൽകി. When the opposition party struck and shot 5 times, our goalkeeper could push away 2 balls. ഞങ്ങളുടെ എതിർ ടീം 5 ഗോളുകൾ അടിച്ചപ്പോൾ 2 ഗോളുകൾ തടുക്കുവാൻ ഞങ്ങളുടെ ഗോൾ കീപ്പറിന് സാധിച്ചു. One he caught hold of very tightly. ഒരു ഗോൾ വളരെ ശക്തിയായി അവൻ പിടിച്ചു. The next ball, when it came, he just punched it off. അടുത്ത പന്ത് വന്നപ്പോൾ അവൻ തട്ടി അകലേക്ക് തെറിപ്പിച്ചു. And the opposition team lost the match. അങ്ങനെ എതിർ പാർട്ടി പരാജയപ്പെട്ടു. So I shook hands with everybody. അവർ പരസ്പരം കൈകുലുക്കി. Then I said, you goalkeeper, you saved the match today. പിന്നീട് ഞാൻ പറഞ്ഞു, ഗോൾ കീപ്പറെ നീയാണ് ഞങ്ങളെ രക്ഷിച്ചതെന്ന്. He said, sir, I didn't do that. സാർ, ഞാൻ ഒന്നും ചെയ്തില്ല. Jesus Christ did that. യേശുക്രിസ്തുവാണ് അപ്രകാരം ചെയ്തത് എന്ന്. Then he removed his jersey. പിന്നീട് അവൻ തന്റെ ജേഴ്സി മാറ്റി. Inside there was his bunian. ജേഴ്സിയുടെ ഇടയിൽ അവന്റെ ബനിയൻ ഉണ്ടായിരുന്നു. On the bunian he has written like ആ this. ബനിയന് മുകളിൽ അവൻ ഇപ്രകാരം എഴുതിയിരുന്നു, Jesus Christ is the same yesterday, today and forever. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യൻ He തന്നെ. said, sir, അവൻ പറഞ്ഞു, സാർ, it is he who won the match. യേശുക്രിസ്തു കാരണമാണ് നാം ജയിച്ചത് എന്ന്. Look at this young boy. ഈ വിദ്യാർത്ഥിയെ നോക്കുവിൻ. Instead of taking all the credit to himself, വേണമെങ്കിൽ അവന്റെ സകല പുകഴ്ചയും എടുക്കാമായിരുന്നു. he was so careful to give God. എന്നാൽ ദൈവത്തിന് മഹത്വം നൽകുന്നതിന് അവൻ അതീവ My ശ്രദ്ധാലുവായിരുന്നു. precious brothers and sisters. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 1 Samuel 2:30 says, 1 ശമൂവേൽ 2:30 ഇപ്രകാരം if പറയുന്നു, someone honors me, എന്നെ ആരെങ്കിലും മാനിച്ചാൽ I will honor him. അവരെ ഞാനും മാനിക്കും. Don't you think God will honor this boy? ദൈവം ഈ കുഞ്ഞിനെ മാനിക്കുകയില്ലേ? Name is Solomon. അവന്റെ പേർ സോളമൻ എന്നാകുന്നു. Surely God will honor Solomon. തീർച്ചയായും ദൈവം സോളമനെ മാനിക്കും. Look at the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കുവിൻ. 2 Corinthians 5:21 says, 2 കൊരിന്ത്യർ 5:21 പ്രകാരം പറയുന്നു, him that knew no sin was made sin for us. പാപമറിയാത്തവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു എന്ന്. Him that does not know what is a curse is was made a curse for us. ശാപം എന്തെന്ന് അറിയാത്തവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു എന്ന്. 2 Corinthians 5:21. 2 കൊരിന്ത്യർ 5:21. Galatians 3:30 ഗലാത്യർ 3:13 tell us so. നമ്മോട് അപ്രകാരം പറയുന്നു. 2 Corinthians 8:9. 2 കൊരിന്ത്യർ 8:9. Him that does not know what is poverty. ദാരിദ്ര്യം എന്തെന്നറിയാത്ത ദൈവം, The one who owns the whole universe പ്രപഞ്ചത്തിന്റെ അധിപതിയായ ദൈവം was made poor for us. നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. All that you and I can give him throughout the new year is glory and honor. ഈ പുതിയ വർഷത്തിൽ ദൈവത്തിനു വേണ്ടി നമുക്ക് നൽകുവാൻ കഴിയുന്നത് മാനവും മഹത്വവും മാത്രമാണ്. We will put him first. നാം ദൈവത്തിന് പ്രഥമസ്ഥാനം നൽകും. He will put us first. ദൈവം നമുക്കും പ്രഥമസ്ഥാനം നൽകും. Throughout the new year we shall be blessed. പുതുവർഷം മുഴുവനും നാം അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കും. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാമോ? Lord Jesus, കർത്താവായ യേശുവേ, I pray that you'll give all my loving brothers and sisters grace and mercy to put you first in the whole of the new year. ദൈവമേ, അങ്ങേക്ക് പ്രഥമസ്ഥാനം നൽകുന്നതിന് വേണ്ട കൃപ എൻ്റെ സകല സഹോദരി സഹോദരന്മാർക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
Lord, bless them. ദൈവമേ അവരെ അനുഗ്രഹിക്കണമേ. As they give you glory, remember to bless them, Lord. ദൈവമേ അവർ അങ്ങേക്ക് മഹത്വം നൽകുമ്പോൾ അങ്ങ് ഓർമ്മിച്ച് അവരെ അനുഗ്രഹിക്കണമേ. As they seek you every morning, ഓരോ ദിവസവും അതിരാവിലെ അവർ അങ്ങേ അന്വേഷിക്കുമ്പോൾ come and fill them with your Holy Spirit. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കണമേ. Fill their homes with your Holy Spirit. അവരുടെ ഭവനങ്ങളെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. Fill their offices, their colleges and schools and every place where they work with your Holy Spirit. അവർ സ്കൂളുകളിലും കോളേജുകളിലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കണമേ. And grant every one of their requests, O God. ദൈവമേ അവരുടെ ഓരോ അപേക്ഷകൾക്കും അങ്ങ് ഉത്തരം നൽകണമേ. Grant every request. ദൈവമേ അവരുടെ ഓരോ അപേക്ഷകൾക്കും അങ്ങ് ഉത്തരം Bless them നൽകണമേ. abundantly. അവരെ സമൃദ്ധിയായി You അനുഗ്രഹിക്കണമേ. have said you seek the Lord and God will supply all your needs. ദൈവമേ അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങേ അന്വേഷിക്കുന്നവരുടെ ആവശ്യങ്ങളെല്ലാം അങ്ങ് നിറവേറ്റുമെന്ന്. Let every need be supplied this year. അവരുടെ ഓരോ ആവശ്യങ്ങൾക്കും അങ്ങ് നിറവേറ്റി കൊടുക്കണമേ. I am your servant. ഞാൻ അങ്ങയുടെ ദാസനാകുന്നു. Lord Jesus, as your menial servant, I pray that you will listen to your servant this time. കർത്താവേ, അങ്ങയുടെ എളിയ ദാസൻ എന്ന നിലയിൽ അങ്ങ് തീർച്ചയായും അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. Every one of my precious brothers and sisters who is praying with me എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഓരോ സഹോദരി സഹോദരന്മാരും must be blessed throughout this year ഈ വർഷം മുഴുവനും അനുഗ്രഹങ്ങൾ പ്രാപിക്കണം. as they put you as number one in their life. അവർ തങ്ങളുടെ ജീവിതത്തിൽ അങ്ങേക്ക് പ്രഥമ സ്ഥാനം നൽകുമ്പോൾ You are now bless them. ഇപ്പോഴും അവരെ അനുഗ്രഹിക്കണമേ Let ദൈവമേ. every poverty go, ദാരിദ്ര്യം അകന്നു പോകട്ടെ. every grief and sorrow go, ദുഃഖവും പ്രയാസങ്ങളും അകന്നു പോകട്ടെ. let every curse go, സകല ശാപങ്ങളും അകന്നു പോകട്ടെ. every sickness go, സകല രോഗങ്ങളും അകന്നു പോകട്ടെ. every depression go, സകല